നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഈ യുദ്ധത്തിൽ ഇറാന് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിംഗ് ഇല്ലാതെ ഇത്രയും പ്രിസിഷൻ സ്ട്രൈക്ക് നടത്താൻ സാധിക്കത്തില്ല എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഇതിനകത്തിൽ മോസ്കോയും ബെയ്ജിങ്ങും അല്ലെങ്കിൽ റഷ്യയും ചൈനയും വളരെ ആക്റ്റീവായിട്ട്, സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയത്തില്ല, പക്ഷേ ഈ പറഞ്ഞ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അല്ലെങ്കിൽ അതുപോലെ രാജ്യങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, അവരുടെ ഇൻ്റലിജൻസ്, ടോപ്പ് ഇൻ്റലിജൻസിനും അഡ്മിനിസ്ട്രേഷനൊക്കെ അറിയായിരിക്കും, ഭരണകൂടങ്ങൾക്കൊക്കെ അറിയായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇറാനെ സിംഗിൾ ഹാൻഡലി ഇത് ഇത്രയും ഈ ഒരു എക്സ്റ്റെൻറ്റിൽ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. റഷ്യ അതുപോലെ തന്നെ ചൈന, ഈ രണ്ട് രാജ്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇറാൻ്റെ പിറകിൽ നിന്നിട്ട് അവർക്ക് ഇൻ്റലിജൻസ് കൃത്യമായിട്ട് കൊടുക്കും. പ്രത്യേകിച്ച് ചൈനയുടെയൊക്കെ സ്പേസ് എന്താണ് പറയുന്നത്, പവർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യ അത്രയ്ക്കില്ലെങ്കിൽ തന്നെയും ചൈന നമുക്കറിയാം ഒരു മാസീവായിട്ടുള്ള അവരുടെ സ്പേസ് ടെക്നോളജിയും സ്പേസിലും ഒക്കെ തന്നെ അവിടെ ഒത്തിരി അഡ്വാൻസ് ചെയ്തിട്ടുള്ള രാജ്യമായിരുന്നു. തീർച്ചയായിട്ടും ചൈനയുടെയൊക്കെ തന്നെ വളരെ അകമഴിഞ്ഞ ഇൻ്റലിജൻസ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് ഇല്ലാതെ ഇറാൻ ഇത്ര കൃത്യമായിട്ട് റഷ്യയാണ് ഇപ്പോൾ എടുത്തു പറയുന്നൊരു, നമ്മൾ റിപ്പോർട്ടിൽ വായിക്കുന്ന റഷ്യയുടെ പേരാണ് നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഹെൽപ്പ് ഇല്ലാതെ, സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്കതല്ല ഇറാന് ഈ പറഞ്ഞൊരു ഈ മാസീവായിട്ടുള്ള റിട്ടാലിയേഷൻ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് അംഗീകരിക്കാൻ സമ്മതിച്ചാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അമേരിക്കൻ അസറ്റ്സിന് ഗൾഫിലെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള അമേരിക്കൻ അസറ്റ്സിന് കാര്യമായിട്ടുള്ള ഡാമേജ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കി കൊടുക്കാൻ ഇസ്രായേലിന്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ആദ്യത്തെ 48 hours തന്നെ, എന്ന് വെച്ചാൽ ഇസ്രായേലും അമേരിക്കയും ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തി അവരുടെ സുപ്രീം ലീഡറിനെ അസാസിനേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇറാന് അവരുടെ എന്താണ് പറയുന്നത്, രാജ്യത്ത് ഒരു ലീഡർഷിപ്പ് സ്ട്രഗിൾ ഉണ്ടാകാതെ അല്ലെങ്കിൽ അവരുടെ ഭരണകൂടത്തിന് യാതൊരു കൊളാപ്സ് ഉണ്ടാകാതെ പെട്ടെന്ന് അവർക്ക് അവരുടെ ഒരു മൊറയിൽ അവർക്ക് റീഇൻവിഗ്രേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ യുദ്ധമുഖത്തേക്ക് വരാനും ഈ പറഞ്ഞ ഗൾഫിലുള്ള അമേരിക്കൻ അസറ്റ്സിൻ്റെയൊക്കെ മുകളിൽ കാര്യമായിട്ടുള്ള ഡാമേജസ് ഉണ്ടാക്കി വെക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് വാർ എന്നാണ് ഇപ്പം പേര് മാറ്റിയിരിക്കുന്നത്. അവരുടെ മറ്റേ ഡിഫൻസ് സെക്രട്ടറി എന്നാണ്, ഇപ്പോൾ സെക്രട്ടറി ഓഫ് വാർ എന്നാക്കിയിട്ടുണ്ട്. അതായത് പുള്ളി ചിരിച്ചു തള്ളിയിട്ടുണ്ടെങ്കിൽ തന്നെയും റഷ്യ ഇതിൻ്റെ പിന്നിൽ കാര്യമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മോസ്കോയുടെ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കാം എന്നല്ല, ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതാണ് ഇറാനെ ഇത്ര സ്പെസിഫിക്കായിട്ട് ഈ പറഞ്ഞ ടാർഗറ്റ്സ് എല്ലാം അവർക്ക് എന്താണ് പറയുന്നത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാനും പ്രിസൈസായിട്ടുള്ള സ്ട്രൈക്ക് നടത്താനുള്ള കപ്പാസിറ്റി അവരുടെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് പത്രമായിട്ടുള്ള വാഷിങ്ടൺ പോസ്റ്റ് തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഇറാന് അമേരിക്കയുടെ വാർഷിപ്സ്, എയർക്രാഫ്റ്റ്സും എല്ലാം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന അവരുടെ ഏറ്റവും ദീർഘകാലമായിട്ട് അവരുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ അലയായിട്ടുള്ള റഷ്യ എന്നാണ് അമേരിക്ക വിശ്വസിക്കുകയല്ല. അതിനകത്തിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള എവിഡൻസും സിഗ്നേച്ചേഴ്സും എല്ലാം അവർക്ക് ഉണ്ടാകുമായിരിക്കുമല്ലോ. മീഡിയക്കകത്തിൽ അല്ലെങ്കിൽ പുറത്ത് അവർ പബ്ലിഷ് ചെയ്യാത്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കും, പക്ഷേ അൺനെയിംഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് വാഷിങ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത്, അമേരിക്കൻ ഒഫീഷ്യലായിട്ടുള്ള എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പുറത്തുവിടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് ഇതൊരു അസംഷൻ അല്ല, കാരണം ഇതൊരു റിയൽ ടൈം സിനാറിയോ തന്നെയാണ്. കാരണം ഇറാൻ അല്ലെങ്കിൽ സിംഗിൾ ഹാൻഡലി ഇങ്ങനൊരു അറ്റാക്ക് തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്കാണല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ആണല്ലോ ഇത്രയും രാജ്യങ്ങളെ നേരിടുന്നത്. മറ്റ് രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും മാത്രമേ യുദ്ധരംഗത്ത് ആക്റ്റീവായിട്ടുള്ളെങ്കിൽ തന്നെയും മറ്റ് രാജ്യങ്ങളെയൊക്കെ തന്നെ ഇത്രയും വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇറാന് ഒറ്റയ്ക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് സപ്പോർട്ട് ഇല്ലാതെ അവർക്കൊരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെ കഴിഞ്ഞ വർഷം റഷ്യയും ഇറാനും തമ്മിലൊരു 20 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടിരുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മിലിറ്ററി സ്ട്രെങ്ത് എന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ US-ൻ്റെ പക്കൽ നിന്നുള്ള ഇൻ്റർനാഷണൽ സാങ്ഷൻസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലും ഈ രണ്ട് രാജ്യങ്ങളും റഷ്യ യുക്രൈൻ വാറിൻ്റെ വെളിച്ചത്തിലും ഇറാൻ്റെ മുകളിൽ കുറേ കാലങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഇൻ്റർനാഷണൽ സാങ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പോലും ഇരു രാജ്യങ്ങളും ഈ പറഞ്ഞ
വളരെ ശക്തമായിട്ടുള്ളൊരു മിലിറ്ററി പിന്നെ എന്താണ് പറയുക റിലേഷനുള്ള ഈ 20 വർഷത്തെ കരാർ. അപ്പോൾ തീർച്ചയായിട്ടും കരാർ ഈ ഇത് കരാറിന് ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും തമ്മിലുണ്ടാക്കിയ വെറും ഈ കടലാസിൽ മാത്രം ഒതുങ്ങുന്നൊരു കരാർ പോലെ ആയിരിക്കത്തില്ല ആ കരാർ. കാരണം ഇരു രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും ഇത്ര ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ പ്രഷർ, അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ജിയോ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ത്രെട്ട് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവർ തമ്മിലുള്ള ഈ സൈനികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രാറ്റജിക് ട്രീറ്റി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കരാർ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം വാലിഡ് ആയിരിക്കും. അപ്പോൾ ഇരു രാജ്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നമുക്കറിയാം റഷ്യ യുക്രൈൻ വാറിൽ റഷ്യക്ക് കണ്ടിന്യൂസ് ഒരു ഡ്രോൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം ഇറാനാണ്. തീർച്ചയായിട്ടും അപ്പോൾ റഷ്യ ആ ഒരു സഹായം തിരികെ കൊടുക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ പല റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചു, എന്തുകൊണ്ട് റഷ്യയും ചൈനയും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇരു രാജ്യങ്ങളും ഇറാനെ കൈവടിഞ്ഞോ, ഇറാനെ ചതിച്ചോ, ബീട്രൈ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇറാനെ പോസിബിളായിട്ടുള്ള തലത്തിൽ നിന്ന് നേരിട്ടുള്ള മിലിറ്ററി ഇൻ്റർവെൻഷനോ അല്ലെങ്കിൽ നേരിട്ടുള്ള മിലിറ്ററി അസിസ്റ്റൻസോ മാത്രമല്ലല്ലോ ഇപ്പം ഒരു രാജ്യം യുദ്ധത്തിലേർപ്പെടുമ്പോൾ മറ്റൊരു രാജ്യത്തിന് സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇൻ്റലിജൻസ് കൊടുക്കാം, മറ്റു രീതിയിലുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇറാന് തീർച്ചയായിട്ടും അമേരിക്കയുടെ എന്താണ് വളരെ എക്സ്പെൻസീവായിട്ടുള്ള മിലിറ്ററി അസറ്റ്സ് ഒക്കെ തന്നെ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള താഡ് റഡാർസ്, അതായത് ഈ ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നൊക്കെ പറയുന്ന 3 രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള, അതായത് 3 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ, UAE, ജോർദാൻ, നമുക്കറിയാം ഖത്തറിലേക്ക് അവരുടെ ബില്യൺസ് ഡോളറിൻ്റെ വിലപിടിപ്പുള്ള ഗ്രൗണ്ട് ബേസ്ഡ് റഡാറൊക്കെ ഈ വളരെ ചീപ്പായിട്ടുള്ള ഡ്രോൺ ഉപയോഗിച്ച് ഇറാൻ അതിനെല്ലാം നിഷ്പ്രയോജനമാക്കി കളഞ്ഞു എന്നുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ്ടൻ്റെ അല്ലെ അമേരിക്കയുടെ മാത്രം പ്രൊട്ടക്ഷന് വേണ്ടി അമേരിക്ക ഈ പറഞ്ഞ പ്രദേശങ്ങളെ കൊണ്ട് സ്ഥാപിച്ചാണ്. അല്ല, ഈ രാജ്യങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവച്ചിട്ടുള്ളത്. അതല്ല, ഇറാൻ വളരെ ചീപ്പായിട്ട് അവർക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്ന ഡ്രോൺ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇപ്പോൾ അവർ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവർ ഉപയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ അതായത് നമ്മൾ അവരുടെ വളരെ ഓൾഡായിട്ടുള്ള സ്റ്റോക്ക് പൈലിൽ നിന്നാണ് അവരടുത്ത് ഉപയോഗിക്കുന്നത്. അവരുടെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളൊന്നും അവർ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇതുവരെ ഡിപ്ലോയ് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇറാൻ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ ഒരു കോമൺ സെൻസായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഏത് രാജ്യത്തിനും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാന് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ ചൈന അകമഴിഞ്ഞ ഇൻ്റലിജൻസ്, റിയൽ ടൈം ഇൻ്റലിജൻസ് നമ്മുടെ ഇന്ത്യൻ ട്രൂപ്സിൻ്റെ കാര്യങ്ങളും അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള എല്ലാ ഇൻ്റലിജൻസും പാകിസ്ഥാന് ഫീഡ് ചെയ്യുന്നുണ്ടായെന്നുള്ളത് നമ്മൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയേക്കാണ്. അത് തീർച്ചയായിട്ടും യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇരു രാജ്യങ്ങൾക്കും സഖ്യത്തിലേർപ്പെടുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇസ്രായേലോ ഫ്രാൻസോ ഒക്കെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ എന്ന് പറഞ്ഞാൽ. ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് അസിസ്റ്റൻസ് ആണ്, അല്ലാതെ ഇൻ്റലിജൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റലിജൻസ് റഷ്യയുടെ ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തുനിന്നും ഇല്ലാതെ തീർച്ചയായിട്ടും ഇറാനെ ഇത്രയും ശക്തമായിട്ടുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ സഖ്യകക്ഷികളുടെ ഈ പറഞ്ഞ ഭൂപ്രദേശത്തുള്ള അമേരിക്കൻ മിലിറ്ററി, ഇപ്പം ബഹ്റിനുള്ള അമേരിക്കയുടെ 5th ഫ്ലീറ്റൊക്കെ ചാമ്പണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഖത്തറിലുള്ളവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, സൗദിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, UAEയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ടാർഗറ്റ്സ് ഒക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്ത് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് വളരെ അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അവരുടെ ഈ താഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം, മീഡിയം ടേം, അതുപോലെ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച്, ലോങ് റേഞ്ച് മിസൈൽ, ബാലിസ്റ്റിക് മിസൈലിനൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനൊക്കെ തന്നെ. അത് അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആംസ് മാനുഫാക്ചറായിട്ടുള്ള ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ചതാണ്. പക്ഷേ അതൊക്കെയാണ് ഇറാൻ അവരുടെ വളരെ നിസ്സാരമായ 10,000-20,000 മുതൽ $50,000 വരെ ചിലവ് വരുന്ന ഡ്രോണുകൾ കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ ഇറാന് സാധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ യുദ്ധത്തിൻ്റെ മുഖങ്ങൾ വളരെയധികം കോംപ്രഹെൻസീവായിട്ട് ആധികാരികമായിട്ട് മാറി എന്നൊക്കെയുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്കിതിനകത്തിൽ പറയാനുള്ള കാര്യം. തീർച്ചയായിട്ടും ഇറാന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാക്കിംഗ് റഷ്യയുടെയും ചൈനയുടെയും ഇൻ്റലിജൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അഭാവത്തിൽ ഇറാന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രിസിഷൻ സ്ട്രൈക്കുകൾ നടത്താൻ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് കാരണം ഇത്രയും ഡാമേജ് നമ്മൾ ഈ പ്രോ അമേരിക്കൻ അല്ലെങ്കിൽ പ്രോ ഇസ്രായേലി മീഡിയ ഇവിടെയൊക്കെയുള്ള മുഖ്യധാര മാധ്യമങ്ങളായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസൊക്കെ തന്നെ അവർക്ക് പ്രോ അമേരിക്കൻ പ്രോ ഇസ്രായേലി ചാനലുകൾ പറയുന്ന പോലല്ല. കാരണം
ഡാമേജസ് വളരെ സിവിയറാണ്. കാരണം യുദ്ധം ഉണ്ടായ അന്ന് മുതൽ നമ്മൾ കാണുന്നതാണ്. കാരണം ഇറാനകത്തും സർവ്വനാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്, ടെഹ്റാനിലും അല്ലെങ്കിൽ അതുപോലുള്ള അർബൻ ഏരിയാസിലൊക്കെ തന്നെ. അതൊരു ഫാക്റ്റാണ്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ മറുഭാഗത്തിന് ടെലവീവിലൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇറാൻ നടത്തിയ താണ്ഡവത്തെക്കുറിച്ചൊന്നും ഇവിടുത്തെ ഈ പറഞ്ഞ ഇസ്രായേലി അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനായിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ കൂടെയും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചാനൽസ്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കതൊക്കെ ലഭ്യമാണല്ലോ. കാരണം ട്വിറ്ററിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഈവൻ യൂട്യൂബിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ സുലഭമാണ്. ട്വിറ്ററിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, വെരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ക്രെഡിബിളായിട്ടുള്ള ഇൻഫോ നമുക്ക് ലഭിക്കും. അപ്പം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വളരെ മാസീവായിട്ടുള്ള റീറ്റാലിയേഷനും അല്ലെങ്കിൽ അറ്റാക്കും ഇസ്രായേലിനെതിരെയും ഈ പറഞ്ഞ അമേരിക്കൻ മിലിറ്ററി ബേസസിനെ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ച് ഈ GCC നേഷൻസിലെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കുവൈറ്റിലും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ GCC രാജ്യങ്ങളിൽ ഇറാൻ്റെ റിട്ടാലിയേഷൻ അല്ലെങ്കിൽ അറ്റാക്ക് നേരിടുന്ന രാജ്യം UAE ആണെന്ന് തോന്നുന്നു. കാരണം അതിന് കാരണമുണ്ട്. സൗദിയാണ് ഏറ്റവും കുറവ് അറ്റാക്ക് നേരിട്ട രാജ്യം, സൗദി ഒമാനുമാണ്. ബാക്കി UAE, ഖത്തർ, കുവൈറ്റ്, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അതിനകത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന UAE ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഡ്രോണുകളും മിസൈലുകളും വന്ന് അല്ലെങ്കിൽ ഇറാൻ ഫയർ ചെയ്തിരിക്കുന്നത്. അവർ പറയുന്ന അവരുടെ ഇൻ്റർസെപ്ഷൻ റേറ്റ് ഒക്കെ വളരെ സക്സസ്ഫുള്ളാണ്, 90% മുകളിലുണ്ടെന്നൊക്കെ പറയുന്നു. അത് പക്ഷേ നമുക്കിപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 10 ഡ്രോണുകൾ ഫയർ ചെയ്തതിനകത്തിൽ ഒരെണ്ണം വന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷന് വന്ന് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മളെ 9 ഇൻ്റർസെപ്റ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല, അല്ലേ? ഇപ്പം ബഹ്റിനിലെ അമേരിക്കയുടെ 5th ഫ്ലീറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ, 5th ഫ്ലീറ്റിൻ്റെ മെയിൻ സെൻറ്ററിൽ ഇപ്പോൾ ഇറാനിപ്പം 100 ഡ്രോൺ ഫയർ ചെയ്തതിനകത്ത് 99 ബഹ്റിനും അമേരിക്കയ്ക്കും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിച്ചു. ഒരെണ്ണം വന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നില്ല പരിപാടി. ആ ഒറ്റ ബ്ലാസ്റ്റിൽ നിന്ന് അത് അല്ലേ ആ ഒരു സംവിധാനം മൊത്തവും ന്യൂട്രലൈസായി പോവുകയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ഫങ്ഷണലായി പോവുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർസെപ്ഷൻ റേറ്റ് ഭയങ്കരമായിരുന്നു നമ്മൾ ക്ലെയിം ചെയ്യുന്നതിനകത്ത് കാര്യമില്ല. അതുപോലെ തന്നെ റോക്കറ്റ്സ്, ബാലിസ്റ്റിക് മിസൈൽസ്, ഇതൊക്കെ തന്നെ ഒരെണ്ണം വന്ന് വീണാൽ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് വളരെ മാസീവായിട്ടുള്ള എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാമേജസ് ഇറാന് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ അമേരിക്കയുടെ മിലിറ്ററി ബേസിനെ കേന്ദ്രീകരിച്ചാണ്. അതുപോലെ തന്നെ അവരുടെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻസ് എവിടെയെല്ലാം ഉണ്ട്. അതിപ്പോൾ ഹോട്ടലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലൊക്കേഷനിലായി. ഇപ്പോൾ ബഹ്റിനിലൊക്കെ ക്രൗൺ പ്ലാസ ഹോട്ടലൊക്കെ തന്നെ ഇറാൻ ആക്രമിച്ചത് അമേരിക്കയുടെ ഈ എന്താ പറഞ്ഞാൽ അവരുടെ സേന ഈ പറഞ്ഞ ഹോട്ടലിലൊക്കെ തന്നെ ഹോട്ടലിലേക്ക് അവർ താമസം മാറ്റി. കാരണം സിവിലിയൻ ആൾക്കാരുള്ളിടത്ത് അറ്റാക്ക് ചെയ്യപ്പെടത്തില്ല എന്നുള്ള ഒരു സിവിലിയൻസിനെ ഷീൽഡാക്കിക്കൊണ്ട് അവർ അങ്ങനെ ഒരു തന്ത്രം പ്രയോജനം. പക്ഷേ അവിടെയും ഇറാൻ അവർക്ക് ഈ പറഞ്ഞ പ്രിസൈസായിട്ടുള്ള സ്ട്രൈക്ക് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഗൾഫിലെല്ലാം നല്ല കൃത്യമായിട്ടുള്ള വളരെ വൈഡായിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹ്യൂമൻ ഇൻ്റലിജൻസും വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ ഉള്ള നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ ഭാഗത്തു നിന്ന് കിട്ടാവുന്ന സാറ്റലൈറ്റ് ഇൻ്റലിജൻസും അതുപോലെ തന്നെ സൈബർ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേൾഡിൽ നിന്നൊക്കെ ലഭിക്കാവുന്ന എല്ലാത്തരം സഹായങ്ങളും ചൈനയുടെയും റഷ്യയുടെയും ഭാഗത്തു നിന്ന് ഇറാന് ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു റിട്ടാലിയേഷൻ ഇറാന് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.